നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. ഒരു കുഞ്ഞു മനസ്സിൽ മരണത്തിൻ്റെ നിഴൽ നൽകിയ നടുക്കം എന്താണെന്ന് നമുക്ക് ഈ കഥയിലൂടെ കാണാം. കഥയിലേക്ക് നേരിട്ട് പോകാം. കുഞ്ഞ് ധ്രുവിൻ്റെ നൊമ്പരം. ധ്രുവ് ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുകുട്ടിയാണ്. അവൻ്റെ കുഞ്ഞു മനസ്സിൻ്റെ നൊമ്പരം എന്താണെന്നല്ലേ? അബു എന്ന് വിളിക്കുന്ന, അവൻ സ്നേഹത്തോടെ വിളിക്കുന്ന അവൻ്റെ കളിക്കൂട്ടുകാരനായ നന്ദു എന്ന മുത്തശ്ശൻ ഇന്നലെ മരിച്ചു. അവനത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മരിച്ച വിവരം അറിഞ്ഞ ഉടൻ അവൻ വാവിട്ടുറക്കെ കരഞ്ഞു. അവൻ്റെ അമ്മയും മുത്തശ്ശിയും കരയുന്നതിനേക്കാൾ ഉറക്കെ. അമ്മ അവനെ സമാധാനിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. അവൻ്റെ കരച്ചിൽ കൂടിക്കൂടി വന്നതേയുള്ളൂ. മുത്തശ്ശി സ്വയം കരച്ചിൽ മറച്ചു പിടിച്ച് ധ്രുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇല്ല മുത്തശ്ശി, നമുക്കിനി ആരുമില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഉറക്കെ കരഞ്ഞു. ഇത് കേട്ട് മുത്തശ്ശിയുടെയും അവൻ്റെ അമ്മയുടെയും നിയന്ത്രണം വിട്ടുപോയി. അവരും വിതുമ്പി കരഞ്ഞു. വീട്ടിൽ ആൾത്തിരക്കും ചടങ്ങുകളും ഒക്കെയായി ദിവസങ്ങൾ നീങ്ങി. ധ്രുവ് മൂകനായി. അവൻ മുറിക്കുള്ളിൽ കട്ടിലിൽ കമിഴ്ന്നു കിടന്നു. അമ്മ അവനെ നിർബന്ധിച്ചു കുളിപ്പിച്ചു, കഴിപ്പിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് അവൻ്റെ അമ്മയും അച്ഛനും അവരുടെ ജോലിസ്ഥലത്തേക്ക് തിരിച്ചു പോകാനായി തയ്യാറാകുകയായിരുന്നു. തിരി കത്തിച്ചു വെച്ചിരിക്കുന്ന നിലവിളക്കിന് മുന്നിലുള്ള മുത്തശ്ശൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ധ്രുവ് അവൻ്റെ കൈപ്പടയിൽ എഴുതിയ ഒരു കുറിപ്പ് കൊണ്ടുവന്ന് വെച്ചു. അതെന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അതെൻ്റെ മുത്തശ്ശനുള്ളതാണെന്ന് മാത്രം അവൻ പറഞ്ഞു. എന്നിട്ട് ഫോട്ടോയിൽ ഒരു മുത്തം കൊടുത്തു. അതിനുശേഷം മുത്തശ്ശിക്കും കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തിട്ട് അച്ഛനും അമ്മയ്ക്കും ഒപ്പം അവൻ കാറിൽ കയറി. നിറകണ്ണുകളോടെ മുത്തശ്ശി അവരെ യാത്രയാക്കി. ശൂന്യതയിലേക്ക് നോക്കി നിന്ന മുത്തശ്ശി പെട്ടെന്നാണ് ധ്രുവിൻ്റെ കുറിപ്പ് കണ്ടത്. അവർ ഫോട്ടോയുടെ അടുത്ത് വന്ന് ആ കുറിപ്പെടുത്ത് സെറ്റിയിൽ വന്നിരുന്നു. ആ കുറിപ്പ് വായിച്ച് മുത്തശ്ശി പൊട്ടി കരഞ്ഞു. അവർക്ക് കരച്ചിൽ ഒതുക്കാനാകാതെ അവർ വല്ലാത്ത ഒരു അവസ്ഥയിലായിപ്പോയി. ആ കുറിപ്പ് നിങ്ങളും ഒന്ന് വായിക്കൂ. ഡിയർ അബു, I miss you so much. Why does time go so fast? Abu, can you come back home? It feels like only been few days you left us to heaven. I hope you have a fun life in heaven, watching me every day, week, month, year and throughout. Please visit me every day. Have the funniest time ever. I still remember in first grade you used to play with me, and that fun times are over. Now I feel so sad. Now it's only me living in this house with Amma and Appa with our Luca. It's my dog. Abu, can you come back please? If not, please visit me every day from heaven. Have a nice time in heaven. Can you see Amma and me from heaven? I love you. Watch me from heaven every day while I play. Love you, Abu. Miss you so much. Your Dhruv. ഈ കുറിപ്പ് എഴുതിയപ്പോൾ ആ കുഞ്ഞ് അനുഭവിച്ച അതേ നൊമ്പരം ഇത് വായിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ അനുഭവിക്കുകയല്ലേ? നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.